ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളി ലൈനാണ്. പോളി ലൈൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ലൈനും പോളി ലൈനും കൂടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈൻ ടൂൾ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു. ഇനി ഞാൻ പോളി ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് PL ആണ്. കമാൻഡ് ബാറിൽ PL എന്ന് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് ഹോം ടാബിൽ പോളി ലൈനിനടുത്ത് കിടക്കുന്നതാണ് പോളി ലൈൻ. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പോളി ലൈൻ എടുക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോളി ലൈൻ സെലക്ട് ചെയ്യുമ്പം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓരോന്ന് സെലക്ട് ചെയ്യണം. അതായത് മൾട്ടിപ്പിൾ സെലക്ഷനാണ് ലൈനിന് വേണ്ടത്. ഇനി നമ്മൾ പോളി ലൈനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതല്ലേ നമ്മൾ വരച്ച പോളി ലൈൻ വെച്ച് വരച്ചത്. പോളി ലൈൻ ആണെങ്കിൽ സിംഗിൾ സെലക്ഷൻ മതി. സിംഗിൾ സെലക്ഷനിൽ ഫുള്ളായിട്ട് സെലക്ട് ആകും. ബട്ട് ലൈൻ അങ്ങനെ പറ്റില്ല. ലൈൻ എന്ന് പറയുമ്പം എന്താണ്, മൾട്ടിപ്പിൾ സെലക്ഷൻസ് വേണം. അതാണ് പോളി ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോളി ലൈനകത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ പോളി ലൈന് ടോപ്പിൽ ഹോം ബാറിൽ നിന്ന് എടുക്കുക. ഹോം ബാറിൽ ലൈനിന് തൊട്ടടുത്തുണ്ട് പോളി ലൈൻ, അല്ലെങ്കിൽ കമൻറ്റ് ബാറിൽ PL എന്ന് എൻ്റർ ചെയ്താൽ പോളി ലൈൻ കിട്ടും. അപ്പോൾ നമ്മൾ PL എൻ്റർ ചെയ്ത് കഴിയുമ്പം സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ് ചോദിക്കും. അപ്പോൾ സ്റ്റാർട്ട് പോയിൻ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിയുമ്പം ചോദിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഞാനൊരു എത്ര സ്പെസിഫൈ ചെയ്യുന്നു, ഒരു 50 mm സ്പെസിഫൈ ചെയ്തു എന്ന് വെച്ചു. 50 mm എൻ്റർ അടിച്ചു. ഓക്കെ, ഇതാണ് 50 mm എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് പോയിൻ്റ് വേണേൽ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആർക്ക് എടുത്തു. ആർക്കിനകത്ത് കുറേ സബ് ഓപ്ഷൻസ് ഉണ്ട്, ആംഗിൾ, സെൻറ്റർ, ക്ലോസ്. അതിൽ ഞാൻ ആംഗിൾ സെലക്ട് ചെയ്തു. അപ്പോൾ എത്ര ആംഗിളിലാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആംഗിൾ ഞാനൊരു 45 എൻ്റർ ചെയ്തു. അപ്പോൾ 45 ആംഗിൾ കിട്ടി. അത് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എൻഡ് പോയിൻ്റ് ഓഫ് ആർക്ക്. നമുക്ക് മൗസും കൊണ്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അല്ലാത്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സെൻറ്ററും റേഡിയസ്. സെൻറ്റർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ല റേഡിയസ് കൊടുക്കുക. ഞാനിവിടെ റേഡിയസ് 15 കൊടുക്കുന്നു. 15 റേഡിയസ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, 15 റേഡിയസ് എൻ്റർ ചെയ്തിട്ട് മൗസും കൊണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിത് കിട്ടി. ഇനി ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടിയത്, നമ്മൾ കൊടുത്ത റേഡിയസ് എത്ര ആയിരുന്നു, 15 ആയിരുന്നു. അപ്പോൾ റേഡിയസ് 15 തന്നെയാണോ കിട്ടിയത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയ റേഡിയസ് 15 ആണ്. പിന്നെ നമ്മൾ ആർക്ക് ആംഗിൾ കൊടുത്തായിരുന്നു അല്ലേ. അപ്പം ആംഗുലാർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ആംഗുലാർ എന്ന് പറയുന്നത് എത്രയാണ്, 45 ആണ് നമുക്ക് ആംഗുലാർ കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോളി ലൈനിലെ ആദ്യത്തെ ആർക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ആർക്കിനകത്ത് ഉള്ള എന്താണ്, ആംഗിൾ കൊടുത്തു. ഇനി സെൻറ്ററാണുള്ളത്. അപ്പോൾ ആർക്കിനകത്ത് സെൻറ്റർ എടുത്തു. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഞാൻ ഇവിടെ ആയിട്ട് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ആർക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഇത് സെൻറ്റർ ആക്കിയിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളി ലൈൻ എടുക്കുന്നു, സ്റ്റാർട്ട്, നെക്സ്റ്റ് പോയിൻ്റ് ആർക്ക് എടുക്കുന്നു. ആർക്കിനകത്ത് ഇനിയുള്ള എന്താണ്, ഡയറക്ഷനുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ ആംഗിൾ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഡയറക്ഷൻ വേണമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഏത് ഡയറക്ഷനിൽ കൊടുക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ഷൻ ഉള്ളത്. ഇനിയുള്ള എന്താണ്, ഇപ്പം ഞാൻ ഇത്രയും വരച്ചു. ഇനി എനിക്ക് വേണ്ടത് ഇതുപോലെ ആർക്കല്ല ലൈനാണ് വേണ്ടെങ്കിൽ ഇവിടുന്ന് ലൈൻ എടുത്തിട്ട് നമുക്ക് ലൈൻ പറഞ്ഞു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ യൂസ് ചെയ്യാനാണ്. ഇനി ആർക്കിനകത്ത് എന്താണുള്ളത്, റേഡിയസ് ഉണ്ട്. എത്ര റേഡിയസിലാണ് ഇനി ആർക്ക് വേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഒരു 30 എൻ്റർ ചെയ്തു. 30 എൻ്റർ ചെയ്താൽ 30 റേഡിയസിലായിരിക്കും എനിക്കിനി ആംഗിൾ കിട്ടുന്നത്. കണ്ടോ, 30 റേഡിയസിലായിരിക്കും ആംഗിൾ വരുന്നത്. എനിക്കിനി ഇങ്ങോട്ടൊരു പോയിൻ്റ് കൊടുക്കണം. അങ്ങോട്ട് ഇനി പോയിൻ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് പോയിൻ്റ് എവിടെയാണോ കൊടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്താൽ അങ്ങോട്ട് പോയിൻ്റ് വരും. കണ്ടല്ലോ, അതിനാണ് നമ്മൾ സെക്കൻഡ് പോയിൻ്റ് യൂസ് ചെയ്യുന്നത്.
ഇനി എനിക്ക് ചെയ്തത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? അൺഡു ചെയ്യുക. അൺഡു ചെയ്താൽ ഓരോ ലൈനായിട്ട് ചേഞ്ച് ചെയ്യും. കണ്ടോ? അതിനാണ് നമ്മൾ അൺഡു യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ലൈൻ പറഞ്ഞു, റേഡിയസ് പറഞ്ഞു, സെക്കൻഡ് പോയിൻ്റ് അൺഡു പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ക്ലോസ് ഉണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഇവിടെ ഞാൻ വെച്ചു. ഇനി ഞാൻ ക്ലോസ് സെലക്ട് ചെയ്യുന്നു. ക്ലോസ് സെലക്ട് ചെയ്താൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പോയി ഓട്ടോമാറ്റിക് ക്ലോസ് ആകും. അതാണ് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി പോളിലൈനകത്ത് എന്താണ് പറയാനുള്ളത്? സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു കഴിയുമ്പോൾ ആർക്കിനകത്ത് ഇനിയും പറയാനുള്ള ഹാഫ് വിഡ്ത്താണ്. ഹാഫ് വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഹാഫ് വിഡ്ത്ത് എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 25 എൻ്റർ ചെയ്തു. ഇനി എൻഡിങ് ഹാഫ് വിഡ്ത്ത് എത്ര വേണമെന്ന് ചോദിച്ചു. ഞാനൊരു 12.5 എൻ്റർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം കണ്ടോ 12.5 50ലും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത എന്തായിരുന്നു? 25 ആയിരുന്നു. ഇവിടെ ഞാൻ കൊടുത്ത 12.5 ആണ്. അപ്പോൾ ഹാഫ് വിഡ്ത്ത് ആയിരുന്നു 25 കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ വിഡ്ത്ത് എത്ര ആയിരിക്കും? 50 ആയിരിക്കും ഈ സൈഡ് കിട്ടിയത്. ഓക്കെ, ഇവിടെ കിട്ടിയേക്കുന്നത് 25 ആയിരിക്കും കിട്ടിയത്. ഹാഫ് വിഡ്ത്താണ് നമ്മൾ കൊടുത്തത്. പോളിലൈനിൽ സ്റ്റാർട്ട് പോയിൻ്റ് എടുത്തു, നമ്മൾ ആർക്ക് എടുത്തിട്ട് ഹാഫ് വിഡ്ത്ത് 0 എൻ്റർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് മുമ്പ് കൊടുത്ത വാല്യൂ അവിടെ ഡിഫോൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത്. ഇനി നമുക്ക് വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് എടുത്തിട്ട് ഞാൻ ഇത് കുറച്ച് മുമ്പ് ഹാഫ് വിഡ്ത്തിന് കൊടുത്ത അതേ വാല്യൂസ് 25ഉം 12.5ഉം എൻ്റർ ചെയ്തു. കണ്ടോ? അതേ വാല്യൂസ് തന്നെ ഞാൻ എൻ്റർ ചെയ്തു. അപ്പം ഇപ്പം കൊടുത്തത് വിഡ്ത്താണ്. അപ്പം വിഡ്ത്ത് കൊടുത്തപ്പോൾ കറക്റ്റ് 25 കിട്ടി. ഹാഫ് വിഡ്ത്ത് ഞാൻ 25 കൊടുത്താൽ അത് ഹാഫ് ആയിരുന്നു 25 കൊടുത്തത്. അപ്പോൾ ഫുൾ എത്ര ആയിരിക്കും? 50 ആയിരിക്കും. അതാണ് ഹാഫ് വിഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ്. പോളിലൈൻ എടുത്തു. അപ്പോൾ നമ്മൾ ആർക്ക് പറഞ്ഞു, ഹാഫ് വിഡ്ത്ത് പറഞ്ഞു. ഇനി ലെങ്ത് എത്ര ലെങ്ത് വേണമെന്നാണ്. അപ്പോൾ ഞാനൊരു 50 എൻ്റർ ചെയ്തു. ഞാൻ ലെങ്ത് സെലക്ട് ചെയ്തില്ല. ലെങ്ത് സെലക്ട് ചെയ്തിട്ട് ഒരു 50 എൻ്റർ ചെയ്തു. അപ്പോൾ 50 ലെങ്തിലുള്ളൊരു ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ലൈൻ എടുക്കുന്നു. ഇനി ആർക്കിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ആംഗിൾ പറഞ്ഞു, സെൻറ്റർ പറഞ്ഞു, ഡയറക്ഷൻ പറഞ്ഞു, ഹാഫ് വിഡ്ത്ത്, ലൈന്, റേഡിയസ്, സെക്കൻഡ് പോയിൻ്റ്, അൺഡു, വിഡ്ത്ത്, ഇത്രയും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോളിലൈനിനകത്ത് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.